ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നാളെ കഴിഞ്ഞ് പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മമ്മൂട്ടിയും പൃഥ്വിരാജും കട്ടയ്ക്ക് കോമ്പറ്റീഷനാണ്. ഉർവശി പാർവതി തിരോത്ത് ഒരേ സിനിമയിലൂടെ മികച്ച നടിയാവാൻ ഉള്ള മത്സരത്തിലുണ്ട് എന്നുള്ള വാർത്തയുമാണ് പുറത്തു വരുന്നത്. ഫൈനൽ റൗണ്ടിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും മാറ്റൊരുക്കുമ്പോൾ ഫൈനൽ റൗണ്ടിൽ മികച്ച നടിയാവാനായിട്ട് ഉർവശിയും ഉള്ളൊഴുക്കിലെ തന്നെ മറ്റൊരു നായികയായ പാർവതി തിരോത്തുമാണ് മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം അനശ്വര രാജനുമുണ്ട് നേര് എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. ജൂറി അംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. സുധീർ മിശ്രയാണ് അതിനകത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പ്രൈമറി ജൂറിയിലുണ്ടായിരുന്ന പ്രിയാനന്ദൻ, സിനിമാറ്റോഗ്രാഫറായ അളകപ്പൻ, ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരി, NS മാധവൻ തുടങ്ങിയവരാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 160ഓളം സിനിമകളാണ് ഈ ഒരു കാറ്റഗറിയിൽ, അല്ലെങ്കിൽ ഈ വർഷത്തെ മലയാളത്തിൽ മികച്ച സിനിമയ്ക്കും മികച്ച നടനും നടിക്കുമൊക്കെ ആയിട്ടുള്ള കോമ്പറ്റീഷൻ അതിൽ പങ്കെടുത്തിരിക്കുന്നത്. അതിൽ ഏകദേശം 30ഓളം സിനിമകൾ ഫൈനൽ റൗണ്ടുകളിലേക്ക് എത്തുകയും ഏറ്റവും അവസാന റൗണ്ടുകളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് മമ്മൂട്ടി 2 സിനിമകളിലൂടെ കടുത്ത മത്സരം ആയി നിൽക്കുന്നു. മമ്മൂട്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. കാതൽ ദ കോർ എന്ന ജിയോ ബേബി ചിത്രവും അതേപോലെ കണ്ണൂർ സ്ക്വാഡ് എന്ന റോബി വർഗീസ് രാജ് ചിത്രവുമാണ് മമ്മൂട്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ സ്വയം മത്സരിക്കുന്ന കാര്യമെന്ന് തന്നെ പറയാം. പൃഥ്വിരാജിൻ്റെ ആട് ജീവിതം ദ ഗോഡ് ലൈഫ് എന്ന ബ്ലെസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് മറ്റൊരു സിനിമയിൽ നിൽക്കുന്നത്. ഇവർ തമ്മിലാണ് ഫൈനൽ റൗണ്ടിലെ ഏറ്റവും വലിയ ഒരു പോരാട്ടം നടക്കുന്നത്. മമ്മൂട്ടിയുടെ 2 സിനിമകളും പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനിയും അവർക്ക് ജൂറി പറയുന്നത് അവർക്കൊരു വലിയ ടഫായിട്ടുള്ള ഡിസിഷനാണ് എടുക്കേണ്ടി വരിക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് മികച്ച നടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ് മുന്നിൽ നിൽക്കുന്നത്. ബെസ്റ്റ് ആക്ട്രസ് കാറ്റഗറിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ഉർവശിയും പാർവതിയുമാണ് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന് നിൽക്കുന്നത്. അങ്ങനെ ഏറെയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇക്കുറി ആർക്കായിരിക്കും എന്നുള്ളതിൽ ഉർവശിയുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്. തീർച്ചയായും ഉർവശിക്കായിരിക്കും സംസ്ഥാന അവാർഡ് ലഭിക്കുക. 6ഓളം തവണയാണ് 5ഓളം തവണയാണ് ഇതുവരെ ഉർവശിക്ക് ലഭിച്ചിട്ടുള്ളത്. മഴവിൽ കാവടിയിലൂടെ 1989 ലഭിച്ചപ്പോൾ വർത്തമാനകാലം, തലയണ മന്ത്രം തുടങ്ങിയ സിനിമയിലൂടെ 1990ലും, കടിഞ്ഞൂൽ കല്യാണത്തിലൂടെ അല്ലെങ്കിൽ അതുകൂടാതെ ഭരതം, മുഖചിത്രം, ഇങ്ങനെയുള്ള സിനിമകളിലൂടെ 1991ലും 3 തവണ അടുപ്പിച്ച് സംസ്ഥാന അവാർഡ് നേടി. പിന്നീട് കഴകം എന്ന സിനിമയിലൂടെ 1995ലും, 5ാമതായിട്ട് മധുചന്ദ്രലേഖ എന്ന സിനിമയിലൂടെ 2006ലുമാണ് നേടിയത്. ഇക്കുറിയും ഉർവശി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഉർവശിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പാർവതി മികച്ച രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ എപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ളത് ഉർവശി തന്നെയാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് അനശ്വര രാജനാണ്. തീർച്ചയായും അനശ്വര രാജൻ വരികയാണെങ്കിൽ നേരെ എന്ന സിനിമയുടെ വിജയത്തിൻ്റെ മുഖ്യ പങ്ക് വഹിച്ച, ഒരുപക്ഷെ അത് അനശ്വര രാജൻ്റെ സിനിമയാണ് എന്ന് പറയുന്നതാണ് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിനിമ കാണുമ്പോൾ തോന്നുന്നത്. കാരണം ആ സിനിമയുടെ മുഴുവൻ ക്രെഡിറ്റും ആ ഒരൊറ്റ നായികയിലൂടെ തന്നെയാണ് പോയത്. അത്രത്തോളം ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. ഒരു പുതുമുഖ നടി എന്നുള്ള ലെവലിൽ സംസ്ഥാന അവാർഡ് നൽകാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും സീനിയർ താരങ്ങളെ അങ്ങനെ ഒഴിവാക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇവിടെ മമ്മൂട്ടിയുടെ കാര്യം എടുത്താലും നേരത്തെ മമ്മൂട്ടിയും പൃഥ്വിരാജും ഇതുപോലെ മറ്റൊരു തവണ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പൃഥ്വിരാജിന് കൊടുക്കുന്ന കാര്യമാണ്. അന്ന് പൃഥ്വിരാജിന് ഇതുവരെ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടില്ല എന്നും മമ്മൂട്ടി സീനിയർ ആക്ടറാണെന്നും ഏകദേശം 7ഓളം തവണ ആ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കുറിയും ഒരു വില്ലനായി നിൽക്കുന്ന വേറെയൊന്നുമല്ല. കഴിഞ്ഞ തവണ അദ്ദേഹത്തിനായിരുന്നു മികച്ച നടനുള്ള അവാർഡ്, ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടിയിരുന്നത്. അതായത് നൻപകൽ നേരത്തെ മയക്കത്തിലൂടെ അദ്ദേഹത്തിന് തന്നെയായിരുന്നു മികച്ച നടൻ കാറ്റഗറിയിൽ അദ്ദേഹമായിരുന്നു നമ്പർ 1 ആയി, അല്ലെങ്കിൽ അദ്ദേഹമാണ് 8ാമത്തെ തവണ അദ്ദേഹത്തിൻ്റെ മികച്ച നടനായി എടുക്കുന്നത്. ഈ കുറിയും കൂടെ വന്നാൽ അത് മറ്റൊരു റെക്കോർഡാവും. 9ാമത്തെ തവണ എത്തുമെന്നുള്ളതാണ്. ഒരുപക്ഷെ വീണ്ടും അദ്ദേഹത്തെ തഴയാനുള്ള ചാൻസുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അഭിനയം മാത്രം നോക്കിയിട്ടാണെങ്കിൽ മമ്മൂട്ടി തന്നെയായിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. ഒപ്പം കട്ടയ്ക്ക് ഒരു കുറവുമില്ലാതെ പൃഥ്വിരാജ് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു കാറ്റഗറിയിൽ, അതായത് ഈ പറഞ്ഞ പോലെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനുള്ള പരിപാടികളൊന്നും കാണില്ല. കാരണം പൃഥ്വിരാജും 25 വർഷത്തിന് മുകളിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ്, സീനിയർ താരം തന്നെയാണ്. മമ്മൂട്ടിയും സീനിയർ താരമാണ്. 2 സീനിയർ താരങ്ങൾ
മാറ്റൊരുക്കുമ്പോൾ അതിൽ മികച്ച പ്രകടനത്തിന് തന്നെ കൊടുക്കും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. വേറെ പരിപാടികളൊന്നും നടന്നില്ല എങ്കിൽ തീർച്ചയായും അങ്ങനെ തന്നെ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണേലും ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നു. ഇവിടെ ആർക്ക് ലഭിക്കും എന്നുള്ളത് ഏറെയും ചാൻസ് പൃഥ്വിരാജും അതേപോലെ തന്നെ ഉർവശിയും ആയിരിക്കുമെന്നാണ് ഏറെയും പങ്കും ആളുകൾ പറയുന്നത്. ഒരു പക്ഷേ മികച്ച പ്രകടനം വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടി തന്നെ മുന്നിട്ട് നിൽക്കുമ്പോഴും ഒരു പക്ഷേ പല കാരണങ്ങളാൽ അദ്ദേഹത്തെ തഴയപ്പെടാം എന്നുള്ള ഒരു വിശ്വാസമാണ് കാണികൾ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരു ദിവസം കൂടെ കാത്തിരുന്നാൽ അടുത്ത ദിവസം, അതായത് 16-ാം തീയതി സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് തോന്നുന്നത് ആർക്കാണ്? മമ്മൂട്ടി ആയിരിക്കുമോ, പൃഥ്വിരാജ് ആയിരിക്കുമോ, അനശ്വരയാണോ, ഉർവശിയാണോ, അതോ പാർവതി ആയിരിക്കുമോ മികച്ച താരങ്ങളായി വരുന്നത് എന്നുള്ളതാണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ടേപ്പ് മീഡിയാസ്.